ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ തന്നെ മൂന്നാമത്തെ ടെക്നിക്കാണ് ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ് എന്ന് പറയും. ഡിസിഷൻ ടേബിൾ ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലെ മൂന്നാമത്തെ ടെക്നിക്ക്. മുമ്പത്തെ വീഡിയോയിൽ ഫസ്റ്റ് 2 ടെക്നിക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ലൈക്ക് ചെയ്യണം. എന്നാലേ കൂടുതൽ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള സാഹചര്യമുള്ളൂ. പിന്നീട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സിംപ്ലി പറയുകയാണെങ്കിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓൾറെഡി പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിൽ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ നേരിട്ട് ടോപ്പിക്ക് പറയുന്നത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ കുറിച്ച് ബേസിക് ഐഡിയ ഇല്ലാത്തവർ ഇതിനു മുമ്പുള്ള വീഡിയോ കാണണം എന്നാണ് പറയണേ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ് ആണ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കിലെ മൂന്നാമത്തെ മെത്തേഡാണ്. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ആണ്. രണ്ടാമത്തെ എന്താണ്? ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആണ്. മൂന്നാമത്തെയാണ് ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ്. പേര് പറയുന്ന പോലെ തന്നെയാണ് ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ്. അതായത് കോമ്പിനേഷൻ, അതായത് ചില സിസ്റ്റംസിൽ ഇൻപുട്ട് ഒരു സിംഗിൾ ഇൻപുട്ട് ആവില്ല കൊടുക്കുക. നമുക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് കുറേ ഉണ്ടാവും. മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുക്കുന്ന സംഭവങ്ങളിൽ പലതരം കോമ്പിനേഷനിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഇൻപുട്ട് 1 ഇൻപുട്ട് 2 ഉണ്ടെങ്കിൽ പല രീതിയിൽ അത് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇൻപുട്ട് 1 റോങ് ആയിട്ടും ഇൻപുട്ട് 2 കറക്റ്റ് ആയിട്ടും കൊടുക്കേണ്ടി വരും. രണ്ടും റോങ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ പല കോമ്പിനേഷൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ വെറുതെ സിംഗിൾ ഇൻപുട്ട് ആണെങ്കിൽ നമുക്ക് വേറെ കോമ്പിനേഷൻ ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ടെസ്റ്റ് ചെയ്താൽ മതി. ഇതിൽ കോമ്പിനേഷൻ വരുമ്പോൾ നമ്മൾ അത് മുൻകൂട്ടി ടാബുലാർ ഫോമിൽ ആക്കേണ്ടി വരും. അതിനാണ് നമ്മൾ ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. വാട്ട് ഈസ് ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ്? ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ് ഈസ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക് യൂസ്ഡ് ടു ടെസ്റ്റ് സിസ്റ്റം ബിഹേവിയർ ഫോർ ഡിഫറെൻറ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ. ഇതൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്കാണ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഇതെന്താണ്? ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്കാണ്. എന്തിനാണ്? യൂസ്ഡ് ടു ടെസ്റ്റ് സിസ്റ്റം ബിഹേവിയർ, സിസ്റ്റത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. മെയിൻ പോയിന്റ് എന്താണ്? ഫോർ ഡിഫറെൻറ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ. നമുക്ക് എപ്പോഴൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ സിംഗിൾ ഇൻപുട്ട് അല്ലാതെ അറ്റ് എ ടൈം നമ്മൾ മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് കൊടുക്കണം. അറ്റ് എ ടൈം അതായത് ഇൻപുട്ട് എപ്പോഴും നമ്മൾ എല്ലാ കാര്യത്തിലും മാറി മാറി കൊടുക്കും. ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ ഇൻപുട്ട് അറ്റ് എ ടൈം തന്നെ പല 2 അതിലധികമോ, അതായത് മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് അറ്റ് എ ടൈം കൊടുക്കുന്ന സിസ്റ്റം, അവിടെയാണ് നമുക്ക് പലതരം കോമ്പിനേഷനിൽ കൊടുക്കേണ്ടി വരും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡിസിഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ആ ഡിസിഷൻ ടേബിളിലുള്ള ഡിഫറെൻറ്റ് കോമ്പിനേഷൻ 1 by 1 ആയിട്ട് നമ്മൾ ടെസ്റ്റ് ആയിട്ട് ചെയ്യണം. അതിനാണ് ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോയി കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ദിസ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് വെയർ ദ ഡിഫറെൻറ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ ആൻഡ് ദെയർ കറസ്പോണ്ടിങ് സിസ്റ്റം ബിഹേവിയർ ഔട്ട്പുട്ട് ആർ ക്യാപ്ചർഡ് ഇൻ ടാബുലർ ഫോം. ഇത് മെയിൻ പറയുകയാണെങ്കിൽ എന്താ? ഇത് ടാബുലർ ഫോമാണ്. അതിലെന്തൊക്കെയുള്ള ഇൻപുട്ട്സ് ഏതൊക്കെയാണെന്നും കൊടുക്കും, അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സ്. നമ്മൾ ഇത് ടാബുലർ ഫോം ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ഇൻപുട്ട് കോമ്പിനേഷനാണ്, 2 ഇൻപുട്ട്സ് ആണ് അറ്റ് എ ടൈം കൊടുക്കണേ. മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് 2 എണ്ണം ഉള്ളതുണ്ട്, 3 എണ്ണം ഉണ്ട്, 4 ഉണ്ടാവും. 2 എണ്ണം ആണെങ്കിൽ 2ൻ്റെ മാക്സിമം കോമ്പിനേഷൻ എത്രയാണ്? 2 കോമ്പിനേഷൻ ആണെങ്കിൽ 2/2, 4 കോമ്പിനേഷൻ ഉണ്ടാവും. ഇപ്പോൾ 3 ഇൻപുട്ടുകളാണ് അറ്റ് എ ടൈം കൊടുക്കേണ്ടെങ്കിൽ അതിന് 2/3, 8 കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പോൾ 8 കോമ്പിനേഷൻ എഴുതേണ്ടി വരും. അതിൻ്റെ ഔട്ട്പുട്ടും നമ്മൾ ടാബുലേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ തന്നെ കറക്റ്റ് അതിൻ്റെ കാര്യം മനസ്സിലാവും. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണ്? ഒരു ലോഗിൻ പേജാണ്. ലോഗിൻ പേജിൽ എന്തായാലും നമ്മൾ അറ്റ് എ ടൈം 2 ഇൻപുട്ട്സ് കൊടുക്കണം. അതായത് ഇമെയിൽ തന്നെ കൊടുത്തിട്ടും കാര്യമില്ല, അതായത് ഇമെയിൽ അല്ലെങ്കിൽ യൂസർ നെയിം കൊടുത്തിട്ടും കാര്യമില്ല, പാസ്വേഡ് തന്നെ കൊടുത്തിട്ടും കാര്യമില്ല. അറ്റ് എ ടൈം നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമെയിലും പാസ്വേഡും കൊടുക്കുന്നുണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇമെയിലും ഒരു പാസ്വേഡും കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ തന്നെ പല കോമ്പിനേഷൻസ് നമുക്ക് നോക്കേണ്ടി വരും. നമുക്കത് ഒരു ടാബുലാർ ഫോം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നോക്കാം. നമുക്ക് ഇപ്പോൾ നോക്കാം. യൂസർ നെയിം, പാസ്വേഡ് 4 കോമ്പിനേഷനാണ് വരുന്നത്. കാരണം നമുക്ക് 2 ഇൻപുട്ടുകളാണുള്ളത്. ഏതൊക്കെയാണ് ഇൻപുട്ടുകൾ? നമ്മുടെ ഇൻപുട്ടുകൾ, ഒന്ന് യൂസർ നെയിം, ഒന്ന് പാസ്വേഡ്. അങ്ങനെ 2 ഇൻപുട്ടുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ കണ്ടീഷനായിട്ട് നോക്കാം. 4
കോമ്പിനേഷൻ വരും. ആദ്യത്തെ കോമ്പിനേഷൻ എന്താണ്? യൂസർ നെയിം തെറ്റായി കൊടുക്കണു, പാസ്വേഡും തെറ്റായി കൊടുക്കണം. അതാണ് എഫ് എന്ന് കൊടുക്കണം. എഫ് കൊടുക്കുന്നത് ഫോൾസ്. യൂസർ നെയിം ഫോൾസ് ആയിട്ട് കൊടുക്കണം, തെറ്റായിട്ട് കൊടുക്കണം, പാസ്വേഡ് തെറ്റായി കൊടുക്കണം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്? എറർ ആയിരിക്കും. അത് നമ്മൾ മുൻകൂട്ടി എഴുതി വയ്ക്കണം. ഓക്കെ, മുൻകൂട്ടി സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ ഈ പറയുന്ന ടാബുലേറ്റ് ചെയ്ത പോലെയാണോ ഔട്ട്പുട്ട് വരണേന്നാണ് നമ്മൾ നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അത് മുൻകൂട്ടി നമ്മൾ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് വളരെ സ്പീഡിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെയധികം ഗുണമാണ്. കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. റൂൾ 2 എന്താണ്? യൂസർ നെയിം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം, പാസ്വേഡ് തെറ്റിച്ച് കൊടുക്കണം. അപ്പോഴും എന്താണ്? ഔട്ട്പുട്ട് വരില്ല, എറർ മെസ്സേജാണ് വരിക. മൂന്നാമത്തെ കോമ്പിനേഷൻ എന്താണ്? യൂസർ നെയിം ഫോൾസും പാസ്വേഡ് ട്രൂവും കൊടുക്കണം. അപ്പോഴും നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല, എറർ മെസ്സേജ് വരും. ലാസ്റ്റ് കോമ്പിനേഷൻ എന്താണ്? യൂസർ നെയിം ട്രൂ കൊടുക്കണു, പാസ്വേഡും ട്രൂ കൊടുക്കണം. ഈ ഒരു കോമ്പിനേഷനിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ലോഗിൻ ആവുക. അപ്പോൾ നമ്മൾ ഒരു ലോഗിൻ പേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് യൂസർ നെയിം പാസ്വേഡ് മാത്രമാണെങ്കിൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഈ ഒരു 4 കോമ്പിനേഷനും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇതിനെയാണ് ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ് എന്ന് പറയുക. സപ്പോസ് ഈ എക്സാമ്പിളിൽ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുള്ള, എനിക്ക് ഇതിൽ തന്നെ നമ്മളിപ്പോൾ ആലോചിക്കുകയാണ് എന്ത്, ഇതിപ്പോൾ യൂസർ നെയിം കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം. ചില കേസുകളിൽ നമുക്ക് അറിയാം യൂസർ നെയിം പാസ്വേഡ് മാത്രമാവില്ല. ചിലപ്പോൾ യൂസർ നെയിം കൊടുക്കേണ്ടി വരും, പാസ്വേഡ് കൊടുക്കേണ്ടി വരും, പിന്നെ ചിലപ്പോൾ ഒരു OTP കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തുണ്ട്? 3 കോമ്പിനേഷൻ വരും, 3 ഇൻപുട്ടുകളുണ്ട്. അപ്പോൾ എത്ര കോമ്പിനേഷൻ വരും? 2⁻3, 8 കോമ്പിനേഷൻ വരും. അതായത് 8 കണ്ടീഷൻസ് ഉണ്ടാവും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. മെയിൻലി നമുക്ക് 2 വരിക. അപ്പോൾ ചില കേസുകൾ നമുക്കറിയാം യൂസർ നെയിം പാസ്വേഡ് OTP വരും, അല്ലെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും മൊബൈൽ നമ്പറും കൊടുക്കേണ്ടി വരും. അങ്ങനെ പലയിടത്തിനും പല കേസുകളാകും. അപ്പം അതിനും കൂടുതൽ ഇൻപുട്ട് അറ്റൻഡും കൊടുക്കുന്ന കേസുകളും വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് മെയിനായിട്ട് ഉള്ള പോയിന്റുകൾ. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു വ്യക്തമായ ഇൻപുട്ടുകളെക്കുറിച്ചും ഔട്ട്പുട്ടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടാവും. അപ്പോൾ ഓരോ ടെസ്റ്റ് കേസും പാസ്സാണോ ഫെയിലാണോ എന്ന് പ്രത്യേകം കിട്ടും. ആ നേരത്തെ ഒരു കൺഫ്യൂഷൻ വരില്ല. പിന്നെ എല്ലാവിധ കോമ്പിനേഷനും ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഒന്നും മിസ്സാവില്ല. ഇങ്ങനൊരു ടാബുലാർ ഫോം സെറ്റ് ചെയ്യുന്നത് വളരെയധികം ടെസ്റ്റിങ്ങിന് ഉപയോഗപ്പെടും. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.